Hello all. Welcome to News in 360 Degree by Civils 360 IAS Academy. Differently abled ആയിട്ടുള്ള prisoners-ന് ഒട്ടും ആക്സസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ല പ്രിസൻസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ദ ലോങ് ഫൈറ്റ് ഫോർ ആക്സസിബിലിറ്റി ഡിഗ്നിറ്റി ഇൻ ഇന്ത്യൻ പ്രസൻസ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രൊഫസർ GN സായിബാബ ഹു റീസെന്റ് പാസ്ഡ് അവേ ആഫ്റ്റർ ലോങ് ഇയേഴ്സ് ഓഫ് ബീങ് ഇൻകാർസറേറ്റഡ്. പുള്ളിയുടെ കാര്യം, പുള്ളി 90% ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പുള്ളിക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള എന്താ പറയാ, പുള്ളിക്ക് ആക്സസിബിൾ ആവുന്ന രീതിക്കല്ല പ്രിസന്റ് കൺസ്ട്രക്ഷൻ. ഇപ്പൊ വീൽ ചെയറിലായിരുന്നു പുള്ളി ഉണ്ടായിരുന്നത്. സോ അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസ് പുള്ളിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാദർ സ്റ്റാൻ സ്വാമി പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമിക്ക്. പുള്ളിക്ക് എന്താണ് പുള്ളിയുടെ സ്പെസിഫിക് നീഡ്സിന് കേറ്റർ ചെയ്യാനായിട്ട് സ്ട്രോ അല്ലെങ്കിൽ സിപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് കൂടി ആക്സസിബിൾ ആവുന്ന രീതിക്ക് വേണം പ്രസൻസ് ഉണ്ടാവേണ്ടത് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ആൻഡ് ഈ ഒരു കോണ്ടെക്സ്റ്റില് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 ആക്ടിന്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണം. മെയിൻസിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് GS2 സോഷ്യൽ ജസ്റ്റിസിൽ ഈ ആക്ടിനെ പറ്റിയിട്ട്. സോ എല്ലാ ആൾക്കാരും all persons with disabilities can lead their lives with dignity, without discrimination and with equal opportunities. Equitable ആയിട്ടുള്ള പ്രൊവിഷൻസ്, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും ഇക്വിറ്റബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉള്ള ഒരു ആക്ട് ആണിത്. ഈ ആക്ടിന്റെ കീഴിൽ ഡിസബിലിറ്റിയെ ഒരു ഇവോൾവിംഗ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള, അതായത് സ്റ്റാറ്റിക് അല്ല, ഒന്നിലേക്ക് മാത്രം നമുക്ക് കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ല ഡിസബിലിറ്റിക്ക് കൊടുത്തേക്കുന്നത്, വളരെ ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് ഡിസബിലിറ്റിയെ കാണുന്നത്. ഇതിനു മുന്നേ 7 ഡിസബിലിറ്റീസ് ആയിരുന്നു ഈ ആക്ടിന് കീഴിൽ കവർ ചെയ്തിരുന്നത്. പിന്നീട് അത് 21 ഡിസബിലിറ്റീസ് കവർ ചെയ്യുന്ന രീതിക്ക് ആക്കിയിട്ടുണ്ട്. അറ്റ് പ്രസന്റ് 21 ഡിസബിലിറ്റീസ് ആർ ഐഡന്റിഫൈഡ് ആൻഡ് കവേർഡ് അണ്ടർ ദി ആക്ട്. യൂണിയൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിന് ഇനിയും പവർ ഉണ്ട് ടു ആഡ് more disabilities. Types of disabilities in the ചില എക്സാമ്പിൾസ് പറയാൻ: leprosy cured person, cerebral palsy, acid attack victims. Acid attack victims എന്താ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളുടെ കാറ്റഗറിയിൽ പെടുന്നുണ്ട്. ബ്ലൈൻഡ്നെസ്, ഡെഫ്, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, പാർക്കിൻസൺസ് ഡിസീസ്, ഹീമോഫീലിയ എക്സെട്ര. സോ 21ഓളം ഡിസബിലിറ്റീസ് കവർ ചെയ്യുന്നുണ്ട് ഈ ആക്ട്. പിന്നെ ഒരു കാറ്റഗറി ഡിവൈസ് ചെയ്തിട്ടുണ്ട്: പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ്. പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റീസ് അവർക്ക് കുറച്ചുകൂടി എക്സ്ട്രാ പ്രൊവിഷൻസ് അലോട്ട് ചെയ്യുന്നുണ്ട് ഈ ആക്ടില്. ദേ ആർ ഡിഫൈൻഡ് ആസ് ദോസ് സർട്ടിഫൈഡ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് 40% ഓഫ് ദ ഡിസബിലിറ്റി സ്പെസിഫൈഡ്. 40% ഡിസബിലിറ്റി ഉള്ളവരെ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, 40% അതിൽ കൂടുതലോ ഡിസേബിൾഡ് ആയിട്ടുള്ളവരെ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ആക്ടിന്റെ പ്രൊവിഷൻസ് പറയാനാണെങ്കിൽ, ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഉള്ള ഏതൊരു കുട്ടിക്കും 6 മുതൽ 18 വയസ്സ് വരെ ദർ ഇസ് എ റൈറ്റ് ടു ഫ്രീ എഡ്യൂക്കേഷൻ. അതുകൂടാണ്ട് ഗവൺമെന്റ് ആൻഡ് ഗവൺമെന്റ് എയ്ഡഡ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ഹയർ എഡ്യൂക്കേഷനിൽ 5% സീറ്റ്സ് പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റിക്ക് റിസർവ്ഡ് ആയിരിക്കും. പിന്നെ അതുകൂടാണ്ട് ആക്സസിബിലിറ്റി, പബ്ലിക് ബിൽഡിംഗ്സിലെ ആക്സസിബിലിറ്റി, അതായത് ഇപ്പോൾ റാംപ്സ് പോലത്തെ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ബ്രെയിൽ സൈൻ ബോർഡ്സ്, അതുപോലത്തെ ഫെസിലിറ്റീസ്, ആക്സസിബിലിറ്റി പബ്ലിക് ബിൽഡിംഗ്സിൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, അത് നോട്ട് ജസ്റ്റ് ഗവൺമെന്റ് ബിൽഡിംഗ്സ് ബട്ട് ഓൾസോ പ്രൈവറ്റ് ബിൽഡിംഗ്സ്, അത് ഒരു പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിനുള്ളിൽ ഉറപ്പാക്കണം എന്നും ഈ ആക്ട് പറയുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ് ജോബ്സിന്റെ സർട്ടൻ ക്ലാസ് ഓഫ് ഗവൺമെന്റ് ജോബിൽ 4% റിസർവേഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, അതും ഒരു പ്രൊവിഷൻ ആണ്. പിന്നെ ഒരു ഗാർഡിയൻഷിപ്പിന്റെ പ്രൊവിഷൻ ഉണ്ട്. അതായത് കോർട്ടോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്യുന്ന മറ്റേതെങ്കിലും അതോറിറ്റിക്കോ ഗാർഡിയൻഷിപ്പ്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്ക് ഗാർഡിയൻഷിപ്പ് അസൈൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഈ ഗാർഡിയനും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അവർക്ക് ഒരുമിച്ച് ദേ ക്യാൻ ടേക്ക് ഡിസിഷൻസ്, ജോയിന്റ് ഡിസിഷൻ മേക്കിംഗ് എനേബിൾ ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ആണ് ഈ പ്രൊവിഷൻ ഓഫ് ഗാർഡിയൻഷിപ്പ്. പിന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് അഡ്വൈസറി ബോഡീസ് ഓൺ ഡിസബിലിറ്റീസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഈ പോളിസി മാറ്റേഴ്സിലൊക്കെ സെന്ററിനെയും സ്റ്റേറ്റിനെയും ഒക്കെ അഡ്വൈസ് ചെയ്യാനായിട്ട് ഒരു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് അഡ്വൈസറി ബോഡീസ് ഓൺ ഡിസബിലിറ്റി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2 ഓഫീസസ്, അതായത് ഓഫീസ് ഓഫ് ചീഫ് കമ്മീഷണർ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് സ്റ്റേറ്റ് കമ്മീഷണേഴ്സ് ഓഫ് ഡിസബിലിറ്റീസ്, അതായത് യൂണിയൻ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഈ കമ്മീഷണേഴ്സ് ഉണ്ട് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. അവരുടെ ഓഫീസിനെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രൊവിഷൻസും ഈ ആക്ടിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഫണ്ടിങ്,
creation of national and state fund to provide financial support to persons with disabilities. സോ ഇത്രയുമാണ് ബ്രോഡ് പ്രൊവിഷൻസ് ആയിട്ടുള്ളത് ആക്ടിന്റെ. എന്തൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ്, എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ്, ഇതൊക്കെ നമ്മൾ മീൻസ് പെർസ്പെക്ടീവിൽ അറിയണം, GS2 സോഷ്യൽ ജസ്റ്റിസ് പെർസ്പെക്ടീവിൽ. സോ പ്രൈം മിനിസ്റ്റർ ഇന്ത്യ കാരിക്കോം മീറ്റപ്പ് നടന്നിട്ടുണ്ട് ഇൻ ദ സൗത്ത് അമേരിക്കൻ നേഷൻ ഓഫ് ഗുവാന. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റിൽ എന്താണ് കാരിക്കോം, ഏതൊക്കെ കൺട്രീസ് ആണ് അതിൽ വരുന്നത് എന്നുള്ളതാണ്. കാരിക്കോം എന്ന് പറയുന്നത് കരീബിയൻ കമ്മ്യൂണിറ്റീസ്, കരീബിയൻ സീയുടെ ചുറ്റും കിടക്കുന്ന കുറച്ച് നേഷൻസിന്റെ ഗ്രൂപ്പിങ്ങിനെയാണ് കാരിക്കോം എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഓഫ് കരീബിയൻ കൺട്രീസ് ആൻഡ് ഡിപെൻഡൻസീസ് ഒറിജിനലി എസ്റ്റാബ്ലിഷ്ഡ് ആസ് ദ കരീബിയൻ കമ്മ്യൂണിറ്റി ആൻഡ് കോമൺസ് മാർക്കറ്റ് ഇൻ 1973 ബൈ ട്രീറ്റി ഓഫ് ഷഡ്വാരമാസ്. 1973 എസ്റ്റാബ്ലിഷ് ചെയ്ത കരീബിയൻ നേഷൻസിന്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അറ്റ് പ്രസന്റ് 15 മെമ്പേഴ്സ് ഉണ്ട്. ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു ഐലൻഡ് നേഷൻസ് ആണ്, കരീബിയൻ ഐലൻഡ് നേഷൻസ് ആണ്. ക്യൂബ ഇല്ല എന്നുള്ളത് ഓർത്തു വെക്കുക. ക്യൂബ ഇല്ല, അതല്ലാണ്ട് ആന്റിഗ്വ ആൻഡ് ബർബൂഡ, ബഹാമസ്, ബാർബേഡോസ്, ബെലീസ്, ഡൊമിനിക്ക, ഗ്രനാഡ, ഗുവാന, ഹെയ്തി, ജമൈക്ക, മോണ്ടെസെറാറ്റ്, സെയിന്റ് കിറ്റ്സ് ആൻഡ് നെവിസ്, സെയിന്റ് ലൂസിയ, സെയിന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനാഡീൻസ്, സൂറിനാം ആൻഡ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ഇത്രയും 15 നേഷൻസ് ആണ് ഉള്ളത്. അപ്പോ UPSC പണ്ട് ജോഗ്രഫിയിൽ PYQയിൽ ഈ പറയുന്ന കൺട്രീസും ഇതിന്റെ ക്യാപിറ്റൽ സിറ്റീസും മാച്ച് ദ ഫോളോയിങ് പോലെ ചോദിച്ചിട്ടുണ്ട്. ബെലീസ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സോ ബ്രോഡ്ലി ഈ കൺട്രീസ് എവിടെയാണ് വരുന്നത്, ഇമ്പോർട്ടന്റ് സിറ്റി ഏതൊക്കെയാണെന്നുള്ളത് പ്രിലിംസ് പെർസ്പെക്ടീവിൽ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിന്റെ മെയിൻ പർപ്പസ്, ഈ ഒരു കാരിക്കോം ഗ്രൂപ്പിംഗിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എക്കണോമിക് ഇന്റഗ്രേഷനും കോപ്പറേഷനും ഈ പറയുന്ന മെമ്പേഴ്സിന്റെ ഇടയ്ക്ക് ഫോസ്റ്റർ ചെയ്യുക. പിന്നെ ഈ ബെനിഫിറ്റ്സ്, എക്കണോമിക് ബെനിഫിറ്റ്സ് ഒക്കെ ഇക്വിറ്റബിളി ഷെയർ ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പാക്കുക. ഫോറിൻ പോളിസി കോർഡിനേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് കാരിക്കോമിന്റെ എയിം എന്ന് പറയുന്നത്. സോ ഇതൊരു സെക്കൻഡ് ഇൻഡോ കാരിക്കോം സമ്മിറ്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം പ്രൈം മിനിസ്റ്റർ പോയി ഗുവാനയിൽ പോയി അവിടുത്തെ മിനിസ്റ്ററിനെ മീറ്റ് ചെയ്തത്. സോ ഇതൊക്കെയാണ് നേഷൻസ്. ഇവിടെ കരീബിയൻ സീ ആണ് ആൻഡ് ഈ ചുറ്റും കിടക്കുന്ന ഐലൻഡ്സ് കുഞ്ഞു കുഞ്ഞു ഐലൻഡ്സ് ആണ് ഈ പറയുന്ന കാരിക്കോമിന്റെ പാർട്ടായിട്ടുള്ളത്. അതുകൂടാണ്ട് ഒബ്സർവർ സ്റ്റാറ്റസ് ഉള്ളത് വെനസ്വേല, കൊളംബിയ, മെക്സിക്കോ, ഇവർക്കൊക്കെ ഒബ്സർവർ സ്റ്റാറ്റസും ഉണ്ട്. പിന്നെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പറയുന്നത് അക്വാകൾച്ചർ, ഫിഷിംഗ്, മറൈൻ, അക്വാകൾച്ചറിനൊക്കെ ഏറ്റവും വലിയ ത്രെറ്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഡിസ്റപ്റ്റർ ഓഫ് അക്വാകൾച്ചർ എന്ന് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒക്കെ പോയിന്റ്സിന് മെയിൻസിന് പോയിന്റ്സ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പൊ അക്വാകൾച്ചറിനുള്ള ത്രെറ്റ്സ് എന്നുള്ള രീതിക്ക് എഴുതുമ്പോൾ FAO has stated that climate change is the largest threat എന്നുള്ള രീതിയിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് എഴുതാവുന്നതാണ്. പിന്നെ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയ റിന്യൂവബിൾ എനർജി പാർട്ണർഷിപ്പ് ഒന്നുകൂടി ഫേം അപ്പ് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മുടെ എന്താ പറയാ ഹൈഡ്രോ സോളാർ എനർജി പ്രോജക്ട്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇങ്ങനെ ഒരു എന്താണ് എനർജി പാർട്ണർഷിപ്പ് ഏതൊക്കെ നേഷൻസുമായിട്ട് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഇമ്പോർട്ടന്റ് ന്യൂസ്. താങ്ക് യു.